ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ഒത്തിരി നാളുകളായി ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് ഇച്ചിരി തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ദിവസം അപ്പൂപ്പൻ ഡാഡിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പൻ ഡാഡിയുടെ വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് ഈ അപ്പൂപ്പൻ ഡാഡി എവിടെ നിന്നാണ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ആളുകൾക്ക് എല്ലാവർക്കും ഒരു സംശയം. അപ്പം ഞാൻ അപ്പൂപ്പൻ ഡാഡി എവിടെയാണ് ഉണ്ടാകുന്നതെന്നുള്ളത് കണ്ടുപിടിച്ചു. അത് ഒരു വള്ളിയേൽ അങ്ങ് ഈ മരത്തിൻ്റെ മുകളിൽ കയറിപ്പോയിട്ടാണ് അത് ഉണ്ടാകുന്നത്. അപ്പൂപ്പൻ താടി എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൂപ്പൻ താടി ഇതുണ്ട്, ഇതുപോലെ ഒരു സാധനത്തിലാണ് അപ്പൂപ്പൻ താടി ഉണ്ടാകുന്നത്. കണ്ട, ഇങ്ങനെ ഒരു ഇതിനകത്ത്, അതായത് ഇപ്പോൾ ഉണങ്ങിയത് കൊണ്ട് അതിങ്ങനെ ചുരുണ്ട് ഇങ്ങനെ വിടർന്നു പോയേക്കുന്നതാണ്. ഈ അപ്പൂപ്പൻ താടി ഇങ്ങനെ നല്ല വെയിൽ വരുമ്പോൾ ഇത് പൊട്ടും. ഇങ്ങനെ പൊട്ടിക്കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇതിനുള്ളിലാണ് ഈ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. പൊട്ടുന്നതനുസരിച്ച് കാറ്റ് വരുമ്പോൾ അപ്പൂപ്പൻ താടി എല്ലാം പറന്നു പോകും. അതിനകത്ത് ഈ അപ്പൂപ്പൻ താടിയിൽ തന്നെ ഒത്തിരി വിത്തുകളും ഉണ്ടാവും. ഓരോ ഇതളിനകത്തും ഓരോ വിത്തുകളും ഉണ്ടാവും. അപ്പോൾ ഈ അപ്പൂപ്പൻ താടിയുടെ ഈ തണ്ട് വെച്ച് അപ്പൂപ്പൻ താടി വെച്ച് നമുക്ക് ഓരോ സാധനങ്ങളും ഉണ്ടാക്കാം. അതുപോലെ ഈ തണ്ട്, ഇതിൻ്റെ തൊണ്ടില്ലേ, ഈ തൊണ്ട് വെച്ചും നമുക്ക് പല പല സാധനങ്ങളും ഉണ്ടാക്കാം. ഇനി നമുക്ക് അതിൽ പെയിൻ്റ് അടിക്കാം. പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം. കുട്ടികൾക്ക് നമുക്ക് പെയിൻ്റ് അടിക്കാൻ കൊടുക്കാം. ഞാൻ അപ്പൂപ്പൻ താടിയുടെ തൊണ്ട് കുറേ പെറുക്കിക്കൊണ്ട് വന്നിട്ട് ഞാനിങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെറുക്കിക്കൊണ്ട് വന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. താങ്ക് യു.